നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ പേഴ്സണൽ അക്കൗണ്ട് ത്രൂ ഒക്കെ ചെറിയ സ്മാൾ സ്കെയിൽ ബിസിനസ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും കാണുമോ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം എനിക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നൊരു സംഭവത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ബിസിനസ്സിൽ ഇപ്പോൾ ഒരു പ്രധാന ഘടകമാണല്ലോ ഇതുപോലത്തെ QR. അതിപ്പോൾ ഫോൺ പേ ആയാലും ഗൂഗിൾ പേ ആയാലും മറ്റേത് ആപ്പായാലും നമ്മൾ പൊതുവേ സ്മാൾ സ്കെയിൽ ബിസിനസ് ആണ് നടത്തുന്നതിൽ കറണ്ട് അക്കൗണ്ട് ഉണ്ടാവില്ല. എല്ലാവരും പേഴ്സണൽ അക്കൗണ്ട് ത്രൂ ആയിരിക്കും ഇത് ഡീൽ ചെയ്യുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എൻ്റെ ഷോപ്പിൽ നിന്ന് ഈ QR എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എടുത്തുകൊണ്ട് ഒരു സ്റ്റോളിൽ അവരുടെ പേയ്മെൻറ്റ് റിസീവിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അത്യാവശ്യം ചെറിയ ചെറിയ പേയ്മെൻറ്റാണ് വന്നത്. 10 രൂപ 20 രൂപ അങ്ങനത്തെ കുറച്ച് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്നാണ് എനിക്കൊരു മെസ്സേജ് വന്നത്, നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് ഡിക്ലൈൻ ആയെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ഞാനത് വലിയ കാര്യമാക്കി എടുത്തില്ല. കാരണം റീസെൻ്റ് ആയിട്ട് നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ഒരുപാട് ചെയ്യുമ്പോഴത്തേക്കും ഈ ക്രെഡിറ്റ് റിക്വസ്റ്റ് ഒക്കെ ലിമിറ്റ് വരാറുണ്ട്. അങ്ങനെയാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ് വന്നത് കേട്ടോ. എനിക്ക് പിന്നെ വന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആയെന്ന് പറഞ്ഞൊരു മെസ്സേജാണ് എനിക്ക് വന്നത്. ഞാൻ എൻ്റെ ലൈഫ് ടൈമിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ആവുന്നത്. കാരണം ഏകദേശം 7 വർഷം കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് പേഴ്സണൽ അക്കൗണ്ടാണ്. ഇന്നേ വരെ ഇതിനകത്ത് ഇങ്ങനെ ഫ്രീസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടില്ല. എന്തായാലും ഞാൻ അടുത്ത നിയറസ്റ്റ് ബാങ്കിൽ പോയി കാര്യം തിരക്കിയപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇത്രയും ലിമിറ്റേഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതെന്താണെന്ന് അന്വേഷിക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സിംഗിൾ അക്കൗണ്ട് ഒക്കെ വെച്ചാണ് നമ്മൾ മുന്നിലോട്ട് പോകുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും കേട്ടോ. കാരണം എനിക്ക് നടന്നത് ലാസ്റ്റ് 15-ാം തീയതിയാണ് ഈ പ്രശ്നം നടക്കുന്നത്. ഇന്ന് ഡേറ്റ് 21-ആയി. ഇന്നേ വരെ ഈ അക്കൗണ്ട് ഇനി ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ മാത്രമല്ല, നമ്മളെ പൈസ എല്ലാം ഒരു അക്കൗണ്ടിലാണ് കിടക്കുന്നെങ്കിൽ അതുവരെ നമുക്ക് ആ പൈസ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. മേ ബി ഇത് നേരെ ആയില്ലെന്നും വരും. അപ്പം അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ ബിസിനസ് ഒക്കെ റൺ ചെയ്യുന്നവർ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് മാറി കറണ്ട് അക്കൗണ്ടിലോട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് വരും. അപ്പം എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ.